നമസ്കാരം. നരിവേട്ടയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഉണ്ണി മുകുന്ദൻ ക്രൂരമായി മർദ്ദിച്ചെന്ന PRO വിപിൻ കുമാറിന്റെ ആരോപണത്തിൽ പ്രതികരിച്ച നടൻ ഉണ്ണി മുകുന്ദൻ. ഒരു സുഹൃത്തിനെ പോലെ വർഷങ്ങളായി കൂടെയുണ്ടായിരുന്നയാളാണ് വിപിൻ കുമാർ. അപവാദ പ്രചാരണം നടത്തിയത് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചു. CCTV ക്യാമറ ഉള്ളിടത്താണ് ഇതെല്ലാം നടന്നതെന്നും സുഹൃത്ത് വിഷ്ണു ഉണ്ണിത്താനും സംഭവം നടക്കുമ്പോൾ കൂടെയുണ്ടായിരുന്നുവെന്നും ഉണ്ണി പറഞ്ഞു. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാനുള്ള തത്രപ്പാടിലാണ് അയാളിപ്പോൾ. നരിവേട്ട സിനിമയ്ക്കെതിരെ താൻ രംഗത്ത് വന്നെന്ന് പറഞ്ഞത് ടോവിനോയെയും തന്നെയും തെറ്റിക്കാനുള്ള പ്രൊപ്പഗണ്ടയാണ്. ടോവിനോയെ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി. വിപിനെതിരെ മുമ്പ് ഒരുപാട് പരാതികൾ സിനിമാ സംഘടനയ്ക്കുള്ളിൽ വന്നിരുന്നു. ഒരു പ്രമുഖ നടി വിപിനെതിരെ ICCയിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും മാർക്കോ സിനിമയുടെ സമയത്തും പ്രമോഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായെന്നും ഉണ്ണി മുകുന്ദൻ വെളിപ്പെടുത്തി. മുൻ മാനേജറാണെന്ന വിപിന്റെ അവകാശവാദത്തെയും അദ്ദേഹം നിരസിച്ചു. തനിക്ക് ഒരു മാനേജറുമില്ല, നേരിട്ട് വിളിച്ചും PRO വഴിയുമാണ് ആളുകൾ ബന്ധപ്പെടുന്നത്. സിനിമാ സംബന്ധമായ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാനുള്ള PRO മാത്രമാണ് വിപിനെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. എന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ വിപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വർഷങ്ങളായി കൂടെ നിന്ന ഒരാൾ പെട്ടെന്ന് നമുക്കെതിരെ തിരിയുമ്പോഴുണ്ടാകുന്ന ഞെട്ടലും വിഷമവും പറഞ്ഞറിയിക്കാനാകില്ല. മേപ്പടിയൻ സംവിധായകനായ വിഷ്ണു മോഹൻ ഇക്കാര്യം വിപിനോട് ചോദിച്ചപ്പോൾ കുറ്റം ഏറ്റുപറഞ്ഞ് ക്ഷമ പറയുകയുണ്ടായി. പിന്നീട് വിഷ്ണു തന്നെ വിളിച്ച് നിങ്ങൾ നേരിട്ട് കണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു. ഇത്രയും വർഷം ഒരു നല്ല സുഹൃത്തിനെ പോലെ കൂടെ കൂട്ടിയ ഒരാൾ എനിക്കെതിരെ എന്തിനിങ്ങനെ അപവാദം പ്രചരിപ്പിക്കുന്നു എന്നറിയണമായിരുന്നു. അതിനുവേണ്ടി കൂടിയാണ് വിപിനെ നേരിട്ട് കാണാൻ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിയത്. ഇത്രയും നാൾ കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരാൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കാനാകില്ലല്ലോ. വിപിനെ കാണുന്ന സമയത്ത് എനിക്കൊപ്പം ഞങ്ങളുടെ പൊതു സുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താനും അവിടെ ഉണ്ടായിരുന്നു. ബേസ്മെന്റ് പാർക്കിങ്ങിൽ വെച്ചാണ് വിപിനെ കണ്ടത്. കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ചാണ് വിപിൻ ഇറങ്ങി വന്നത്. എന്തിനാണ് എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അതിന് വ്യക്തമായ മറുപടി വിപിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ചെയ്ത തെറ്റ് കൈയോടെ പിടിക്കപ്പെട്ട ജാള്യതയും ഭയവും വിപിനിലുണ്ടായിരുന്നു. നേരത്തെ വിഷ്ണു മോഹനോട് കുറ്റസമ്മതം നടത്തിയ വ്യക്തി എൻ്റെ മുന്നിൽ ഭാവമാറ്റമില്ലാതെ നിന്നു. അപ്പോഴാണ് കണ്ണട ഊരിമാറ്റി സംസാരിക്കാൻ ആവശ്യപ്പെട്ടത്. എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും അയാൾക്കായില്ല. എന്തിനാണ് വിപിൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് വിഷ്ണു ഉണ്ണിത്താനോട് ഞാൻ ചോദിക്കുന്നുണ്ട്. കണ്ണട ഞാൻ ഊരിമാറ്റി പൊട്ടിച്ചു എന്നത് സത്യമാണ്. എന്നാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല. ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന CCTV ക്യാമറയുള്ള ഒരു ഭാഗത്താണ് ഇതെല്ലാം നടക്കുന്നത്. മാത്രമല്ല ആ സമയത്ത് വിഷ്ണുവും അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് വിപിൻ സോറി പറയുകയും ചെയ്തു. ഇത് മതി, പ്രശ്നം ഇവിടെ തീർന്നെന്ന് ഞാൻ വിപിനോട് പറഞ്ഞു. ഇനി ഒന്നിച്ചു പോകാനില്ലെന്നും എൻ്റെ പേരിലുള്ള അക്കൗണ്ടും പാസ്വേഡും മറ്റും തിരിച്ചു തരണമെന്നും വിഷയത്തിൽ ക്ഷമ എഴുതി നൽകാനും വിപിനോട് ആവശ്യപ്പെട്ടു. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹം ഇപ്പോൾ. അതുകൊണ്ടാണ് ഇതുപോലുള്ള ബാലിശമായ ആരോപണങ്ങൾ പടച്ചുവിടുന്നത്. നരിവേട്ട സിനിമയ്ക്കെതിരെ ഞാൻ പറഞ്ഞുവെന്നത് എന്നെയും ടോവിനോയും തെറ്റിക്കാനുള്ള പ്രൊപ്പഗണ്ടയാണ്. ടോവിനോയെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഈ വിഷയം മനസ്സിലായി. സിനിമയിൽ വന്ന കാലം മുതൽ പരിചയമുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഇരുവരും. പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നവർ. മാർക്കോ ഹിറ്റായ സന്തോഷത്തിൽ എനിക്കൊപ്പം ഒന്നിച്ച് ആ വിജയം ആഘോഷിച്ച വ്യക്തിയാണ് ടോവിനോ. ഇതുപോലുള്ള ഒരു കള്ളപ്രചരണങ്ങൾക്കും ഞങ്ങളുടെ സൗഹൃദം തകർക്കാനാകില്ല. ക്രെഡിറ്റ് മുഴുവൻ സ്വയം കൊണ്ടുപോകുന്നെന്നായിരുന്നു വിപിനെതിരെ ഉയർന്ന വിമർശനം. അന്ന് ആ വിഷയം രമ്യതയിൽ എത്തിച്ചത് ഞാൻ ഇടപെട്ടാണ്. എത്രയോ വർഷം കൂടെ കൊണ്ടു നടന്ന ആളാണ്. വിപിന്റെ കുടുംബവുമായി ബന്ധമുണ്ട്. വിപിന്റെ അച്ഛന് ഹൃദയ സംബന്ധമായ ചികിത്സ വേണ്ടി വന്നപ്പോൾ ഞാൻ ഒപ്പം നിന്നിട്ടുണ്ട്. സാമ്പത്തികമായൊക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ അവസാനം എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന അവസ്ഥയിലെത്തി. യഥാർത്ഥത്തിൽ എനിക്കൊരു മാനേജറില്ല. എന്നെ നേരിട്ട് വിളിക്കുന്നവരുണ്ട്. നമ്പർ അറിയാത്തവരും നേരിട്ട് വിളിച്ചിട്ട് കിട്ടാത്തവരും PRO വഴിയാണ് വാർത്തകൾ അറിയുക. എൻ്റെ സിനിമകളും സിനിമാ സംബന്ധമായ വാർത്തകളും മാധ്യമങ്ങളെ അറിയിക്കാനുള്ള PRO മാത്രമാണ് വിപിൻ. ഒരുപാട് സിനിമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന PRO ആണ് താനെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിൽ എൻ്റെ സിനിമകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം. പൃഥ്വിരാജിൻ്റെ കൂടെയും ടോവിനോയുടെ കൂടെയും ഒക്കെ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. എനിക്കാകെയുള്ള പേഴ്സണൽ സ്റ്റാഫ് എൻ്റെ മേക്കപ്പ് മാനാണ്. കഴിഞ്ഞ 10 വർഷമായി കൂടെയുള്ള അരുൺ ആര്യൂർ. ഇതുവരെ എന്നെക്കുറിച്ചൊരു പരാതി ഒരു സ്റ്റാഫും പറഞ്ഞിട്ടില്ല. സിനിമ മാത്രം സ്വപ്നം കണ്ട് അതിൽ ആത്മാർത്ഥമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ വരുന്ന വാർത്തകളുടെ ആധികാരികത അറിഞ്ഞു വേണം പ്രേക്ഷകരായി നിങ്ങളും ഒരു തീരുമാനമെടുക്കാൻ. അഭിനേതാക്കളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്താനും അത് പഠനാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എത്ര ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ആ ശബ്ദം ഒരു പരിധിക്ക് മുകളിൽ എവിടെയും എത്തില്ലെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു.